ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനോം സീക്വൻസിങ്, ക്രിസ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ ആ ടെക്നോളജി അണ്ടർ റിസർച്ച് ആണെന്ന് പറഞ്ഞിട്ട് 2008 ഞാൻ പഠിച്ചിട്ടുണ്ട്, +2 പഠിക്കുമ്പോൾ. പക്ഷേ ആ ടെക്നോളജി എന്താ പറയുക, ഇന്ന് ലോകത്ത് പ്രാവർത്തികമായി. ഇന്ന് നമ്മുടെ ജനിതക വിവരങ്ങൾ അറിയാൻ പറ്റും, നമുക്ക് ഏതെല്ലാം ഭക്ഷണം പറ്റും, ഏതെല്ലാം പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങൾ നേരത്തെ തീരാൻ ചാൻസ് ഉണ്ട്, നമ്മളുടെ പിതാമഹന്മാർ ലോകത്ത് ഏത് ഭാഗത്തുള്ളതാണ്, നമ്മൾ മംഗളോയിഡ് ആണോ കൊക്കേഷ്യൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ അറിയാൻ പറ്റും. ഇനി ഞാൻ ജിമ്മിന് പോകുന്ന ഒരാളാണ്, എനിക്ക് പറ്റിയ ഏറ്റവും നല്ല മസിൽ ബിൽഡിങ്ങിന് വേണ്ടുന്ന സ്ട്രാറ്റജി ഏതായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരാൻ ഇന്ന് ജനിതക ഘടന തിരിച്ചറിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആക്കുന്ന ഒരു ഡാറ്റാ സെറ്റ് ഉണ്ട്. ഈ ഡാറ്റാ സെറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു പക്ഷേ നമ്മളെ ബോഡിയെ ഒരുപാട് ഓഗ്മെന്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ അവയവങ്ങൾ 3D പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഈ ജനിതക ഘടന അനുസരിച്ചിട്ടുള്ള ഡാറ്റ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന്റെ ഇന്ന വാൽവ് ഇന്ന ടൈമിൽ അടിച്ചു പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നേരത്തെ 3D പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ സ്പെയർ വെക്കാൻ പറ്റും. ജനിച്ചു വീഴുന്ന കുട്ടികളുടെ